ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലാബ് ലൈഫ് TV. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് റെഡ് സെൽ ഇൻഡീസസ്. നിങ്ങളുടെ ബ്ലഡ് സെൽസിൻ്റെ ഹീമോഗ്ലോബിൻ കണ്ടൻറ്റ്, സൈസ്, ഷേപ്പ് അതൊക്കെ മെഷർ ചെയ്യുന്ന ടെസ്റ്റിനെയാണ് ഞങ്ങൾ റെഡ് ബ്ലഡ് സെൽസ് ഇൻഡീസസ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റിനെ എറിത്രോസൈറ്റ് ഇൻഡീസസും കൂടി പറയും. ഇതൊരു CBCൻ്റെ ഒരു പാർട്ടാണ്. റെഡ് സെൽ ഇൻഡീസസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിൻട്രോപ്പ് ആണ് 1929. റെഡ് ബ്ലഡ് സെൽ ഇൻഡീസസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മീൻ സെൽ വോളിയം, മീൻ സെൽ ഹീമോഗ്ലോബിൻ, മീൻ സെൽ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ. RBCൻ്റെ ഏവറേജ് സൈസിനെയാണ് ഞങ്ങൾ MCV എന്ന് പറയുന്നത്. MCVൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PCV ഡിവൈഡ് ബൈ RBC × 10. നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 80 to 95 femtoliter. MCV ഇൻക്രീസ് ചെയ്യുന്നത് മാക്രോസൈറ്റിക് അനീമിയയും ഡിക്രീസ് ചെയ്യുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയ, മൈക്രോസൈറ്റിക് അനീമിയ ആൻഡ് താലസീമിയ. RBCയിൽ എത്ര ഹീമോഗ്ലോബിൻ ഉണ്ടെന്ന് നോക്കുന്ന ഇതാണ് MCH എന്ന് പറയുന്നത്. പിന്നെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HB ഡിവൈഡ് ബൈ RBC × 10. നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 27 to 31 പൈക്കോഗ്രാം. ഇത് ഇൻക്രീസ് ചെയ്യുന്നത് മാക്രോസൈറ്റിക് അനീമിയയിലും ഡിക്രീസ് ചെയ്യുന്നത് മൈക്രോസൈറ്റിക് അനീമിയയിലും അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി അനീമിയ. RBCൻ്റെ ഉള്ളിലുള്ള ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷനെയാണ് MCHC എന്ന് പറയുന്നത്. MCHCൻ്റെ ഫോർമുല എന്ന് പറയുന്നത് HB ഡിവൈഡ് ബൈ PCV. നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 32 to 36 gram per deciliter. ഇത് കൂടുന്ന കേസാണ് ഹെറിഡിറ്ററി സ്പീറോസൈറ്റോസിസ്. ഡിക്രീസ് ചെയ്യുന്നതാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ.